ഹലോ ഫ്രണ്ട്സ്, ട്രാവലിംഗ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ട്രാവലിംഗ് ബന്ധപ്പെട്ടതാണ്. ദിസ് ഈസ് ഫായിസ് ഹിയർ. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ UK റീലൊക്കേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്, എന്തൊക്കെയാണ് നമുക്കിവിടെ അത്യാവശ്യമുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ട്രാവൽ ചെയ്യുന്ന എല്ലാവരും ആദ്യം നമ്മുടെ പാസ്പോർട്ടിൽ വിസ അടിച്ചതിന് ശേഷം ടിക്കറ്റ് എടുക്കാൻ നോക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചെറിയ കാര്യമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിസ സ്റ്റാമ്പ് ചെയ്യുമ്പോൾ അതിൽ ഡേറ്റുകൾ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വിചാരിച്ച ഡേറ്റിന് ചിലപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടാകും, പക്ഷേ വിസയിൽ സ്റ്റാർട്ടിങ് ഡേറ്റ് ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വരിക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പിന്നത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൊണ്ടുവരേണ്ട ഐറ്റംസ്, നമുക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ എല്ലാം നമ്മൾ എടുത്ത് കൊണ്ടുവരണമെന്നില്ല. ഇവിടെ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും. ഫസ്റ്റായിട്ട് ഒരാൾ വരുമ്പോൾ ഇവിടുത്തെ ആ ഒരു റേറ്റും കാര്യങ്ങളും വെച്ച് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും ഐറ്റംസ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഒരു 2 മാസം സർവൈവ് ചെയ്യാന്നുള്ള രീതിയിൽ എല്ലാ സാധനങ്ങളും കൊണ്ടുവരാം. അത് മെഡിസിൻസ് ആയിക്കോട്ടെ, ഫുഡ് ഐറ്റംസ് ആയിക്കോട്ടെ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മാക്സിമം ഇൻക്ലൂഡ് ആക്കുക. കഫക്കെട്ടിൻ്റെ അസിട്രോമൈസിൻ, അമോക്സിലിൻ, അങ്ങനെ ഓരോ ഗുളികളുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം നമുക്ക് കയ്യിലുണ്ട് ബെനിഫിറ്റ് ആയിരിക്കും. കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് കുറച്ച് തണുപ്പായതുകൊണ്ട് നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. നമുക്ക് എപ്പോഴാണ് പനി വരിക, അല്ലെങ്കിൽ ജലദോഷം, കഫക്കെട്ട് കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഇവിടെ ഡോക്ടേഴ്സിനെ കാണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഇവിടുത്തെ പാരസെറ്റമോളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇത് കുറവാണ്, 250 mg അങ്ങനത്തെയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു എഫക്റ്റും കാര്യങ്ങളൊന്നും കിട്ടില്ല മരുന്ന്. അപ്പോൾ നമ്മൾ മാക്സിമം മെഡിസിൻസ് റെഫർ ചെയ്തിട്ട് എല്ലാം ഇൻക്ലൂഡ് ആക്കാൻ നോക്കുക. അതുപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് വരുന്നത് ഫുഡാണ്. നമുക്കിവിടെ എല്ലാ ടൗൺസിലും സിറ്റീസിലും ഫുഡ് ഐറ്റംസ് കിട്ടും. നമുക്ക് കേരള ഫുഡ്സ് എല്ലാം കിട്ടും, കിട്ടാത്തതായിട്ടൊന്നുമില്ല. എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടുന്ന് വാങ്ങാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇവിടുത്തെ ഒരു ഷോപ്പ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ പോയി വാങ്ങുക എന്ന് പറയുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളായിരിക്കും. മാക്സിമം നമ്മൾ ഒരു 2 മാസത്തിനെങ്കിലും കരുതി ഫുഡ് ഐറ്റംസ് കൊണ്ടുവരുമ്പോൾ എല്ലാം അത്യാവശ്യങ്ങൾക്ക് പോലെ നമുക്ക് വേണ്ട മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, അതുപോലെ തന്നെ വേണ്ട പൊടികൾ വേറെ. ഈസി ടു കുക്കായ ഫുഡുകളും കാര്യങ്ങളും ഇൻക്ലൂഡിങ് മാഗീസ്, അങ്ങനത്തെ ഐറ്റംസ് കുറച്ച് കയ്യിൽ വെച്ചാൽ നന്നായിരിക്കും. കാരണം ഇവിടെ വന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു കുക്ക് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യുക പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മളിപ്പോൾ അവിടുന്ന് വന്നിട്ട് നമ്മളൊരു വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് നിന്നിട്ട് വരുന്ന ആൾക്കാരായിരിക്കും. ഇവിടെ വരുമ്പോൾ നമ്മളൊരു വീട്ടിലേക്ക് കയറുമ്പോൾ നമ്മളൊരു ഫാമിലിയും അതുപോലെ തന്നെ കുറേ മെമ്പേഴ്സുള്ള വീട്ടിലായിരിക്കും കയറുണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫസ്റ്റത്തെ ഒരു കുറച്ച് ദിവസമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും, ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കിത് ബെനിഫിറ്റ് ആയിരിക്കും. ഇങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടെങ്കിൽ ഈസി ടു കുക്കാണ്, തൽക്കാലം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഇങ്ങനെ നമ്മൾ എന്താണ് അഡാപ്റ്റ് ചെയ്ത് വന്ന് ഏകദേശം എല്ലാം റെഡിയാവും. അങ്ങനെ ഫുഡ് ഐറ്റംസ് മാക്സിമം കൊണ്ടുവരാൻ നോക്കുക, ഒരു 2 മാസം സർവൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പോഴത്തേനും നമുക്ക് ഇവിടെ ഒരു ജോബും കാര്യങ്ങളൊക്കെ റെഡി ആകുമ്പോൾ ഇവിടുത്തെ ഒരു ഇൻകം വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങാനുള്ള ഒരു സ്റ്റെബിലിറ്റി നമുക്ക് കിട്ടും. പിന്നെ അടുത്തത് പറയുമ്പോൾ കുക്ക് വെയേഴ്സ് ആണ്. കുക്ക് വെയേഴ്സ് മെയിനായിട്ട് നമുക്ക് കൊണ്ടുവരേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കുക്കർ കൊണ്ടുവരണം. കുക്കർ നല്ലതാണ്, പ്രഷർ കുക്കർ എല്ലാവരും കൊണ്ടുവരിക. അതുപോലെ തന്നെ എന്തെങ്കിലും പാൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ ഒരു ലിമിറ്റഡ് ആയിട്ട് എല്ലാം കൊണ്ടുവരണ്ട, കാരണം ഇവിടെ സാധനങ്ങളെല്ലാം നമുക്ക് പർച്ചേസ് ചെയ്യാൻ കിട്ടും. അപ്പോൾ നമുക്ക് നിത്യോപയോഗ സാധനങ്ങളായ നമുക്ക് റൈസ് വെക്കാൻ, അതുപോലെ തന്നെ കറി വെക്കാൻ, പിന്നെ ഒരു ബ്ലെൻഡറോ മിക്സിയോ നമ്മുടെ ലഗേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം കൊണ്ടുവരാൻ. ഇപ്പോൾ എല്ലാ ഫ്ലൈറ്റും ഒരേ ലഗേജ് തരണമെന്നില്ല. ചില ഫ്ലൈറ്റുകൾ കൂടുതൽ ലഗേജ് തരും, ചില ഫ്ലൈറ്റുകൾ 40 തരുന്നുണ്ട്, ചിലത് 35 തരുന്നുണ്ട്. അധികം മിക്കവാറും എല്ലാ ഫ്ലൈറ്റും 23, 25 ആ ഒരു റേഞ്ച് ലഗേജസ് തരിക. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഇൻക്ലൂഡ് ആയിട്ട് വേണം വരാൻ. പിന്നെ അടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഡ്രസ്സാണ്. ഡ്രസ്സ് നമ്മൾ വാരി വലിച്ച എല്ലാ ഡ്രസ്സും എടുത്തിട്ട് വരണ്ട. ഇപ്പോൾ ഹൈഫ വിസിറ്റിങ്ങിന് വന്ന ആളാണ്.
ഡ്രസ്സുകളെല്ലാം കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞാണ് കൊണ്ടുവരേണ്ടതെന്ന്. കാരണം ഇവിടുത്തെ ഒരു ക്ലൈമറ്റിന് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലത്തെ ഒരു ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇവിടെ അങ്ങോട്ട് ഇതാവില്ല. ഇവിടെ എപ്പോഴും നമ്മൾ കണ്ട ഒരു ഓവർകോട്ടോ അല്ലെങ്കിൽ ഹുഡിയോ അങ്ങനത്തെയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. കാരണം ക്ലൈമറ്റ് അങ്ങനത്തെ ഒരു ആയതുകൊണ്ട് ഇവിടെ സമ്മർ കുറവാണ്, വിൻ്ററും റെയിനി സീസൺസൊക്കെയാണ് അധികം കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എന്താ വെച്ചാൽ നല്ല തണുത്ത കാറ്റ് അല്ലെങ്കിൽ സ്നോ, തണുപ്പ്, ഇങ്ങനെ മഴ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനത്തെ നമ്മൾ കൊണ്ടുവന്ന ഡ്രസ്സ് ഉണ്ടെങ്കിൽ അതിന് പുറമെ ഒരു ജാക്കറ്റോ അല്ലെങ്കിൽ ഹുഡീസോ ഇടും. അപ്പോൾ നമ്മൾ നാട്ടിലത്തെ കിട്ടുന്ന ഹുഡീസോ കാര്യങ്ങളോ ഇവിടുത്തെ ക്ലൈമറ്റിന് ഒരു ഇതുണ്ടാവില്ല. പറ്റുന്നത് മാക്സിമം ഒരു 1-2 വെച്ചിട്ട് ബാക്കി ഇവിടെ വന്ന് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടെ വന്ന് നമുക്കിപ്പോൾ കുറേ ഷോപ്സ് ഉണ്ട്. ഫസ്റ്റായിട്ട് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് കിട്ടാനുള്ള ഷോപ്സ് ഉണ്ട്. പ്രൈമാർക്ക് ഉണ്ട്, അതുപോലെ തന്നെ സ്പോർട്ട് ഡയറക്റ്റ്, അങ്ങനെ ഓരോ ഷോപ്പുകളുണ്ട്. പിന്നെ ഇങ്ങനെ പ്രീമിയം ഷോപ്സ് വേറെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഷോപ്പുകളിൽ പോകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഫോർഡബിൾ ആയിട്ട് ഡ്രസ്സസ് കിട്ടും. എല്ലാ ഡ്രസ്സസും ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണോ അത് അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യാം. നമ്മൾ വരുന്ന സമയത്ത് 1 മാസത്തെ റെൻറ്റും ഡെപ്പോസിറ്റും അധികം എല്ലാവരും നാട്ടിൽ നിന്ന് തന്നെ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു എമൗണ്ട് കരുതണം. കാരണം റൂം എപ്പോഴും സെക്യൂർ ആക്കുക വരുമ്പോൾ. ഞാൻ വരുമ്പോൾ അത് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ റൂമൊന്നും എടുക്കാണ്ടാണ് വന്നത്. എല്ലാവർക്കും അതുപോലെ ഭാഗ്യം ഉണ്ടാവണമെന്നില്ല വന്നപാട് ഒരു റൂം കിട്ടുക എന്നുള്ളതൊക്കെ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ Airbnb അങ്ങനെയൊക്കെയുള്ള ഇതായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിലൊക്കെ പോകുമ്പോൾ എന്താ വെച്ചാൽ പെർ ഡേ നല്ല റേറ്റ് ആയിരിക്കും റൂമിനൊക്കെ. അപ്പോൾ മാക്സിമം നാട്ടിൽ തന്നെ വരുമ്പോൾ റൂമുകളും കാര്യങ്ങളൊക്കെ ഇവിടെ സെക്യൂർ ആക്കാൻ നോക്കുക. അതെല്ലാവരും ശ്രദ്ധിക്കുക. കാരണം കുറേ ഫ്രോഡുകളും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ പൈസ വൺസ് പോയി കഴിഞ്ഞാൽ തിരിച്ച് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ പൈസ അയക്കുമ്പോഴും കാര്യങ്ങളും എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ച് അയക്കുക. നാട്ടിൽ നിന്ന് നമ്മൾ വരുമ്പോഴേ ഒരുപാട് എമൗണ്ട് ഒന്നും എക്സ്ചേഞ്ച് ആക്കിയിട്ട് വരരുത്. കാരണം അവിടുന്ന് നമ്മൾ എക്സ്ചേഞ്ച് ആക്കുന്ന സമയത്ത് പ്രൈസ് ഒരുപാട് ഹൈ ആയിരിക്കും. പൗണ്ട് റേറ്റ്, പിന്നെ അവരുടെ സർവീസ് ചാർജ്, അത് ഇത് പറഞ്ഞിട്ട് നല്ല റേറ്റ് വരാൻ ചാൻസ് ഉണ്ട്. വൺസ് കുറച്ച് പൈസ നമ്മൾ കയ്യിൽ വയ്ക്കുക. പിന്നെ ക്യാഷായിട്ട് വെക്കുമ്പോൾ അധികം 5-ൻ്റെയും 10-ൻ്റെയും 20-ൻ്റെയും നോട്ടുകൾ മാത്രം വെക്കുക. 50-ൻ്റെ നോട്ടുകളൊന്നും മാക്സിമം കൊണ്ടുവരാണ്ടിരിക്കുക. കാരണം ഇവിടെ അധികം റീറ്റെയിലേഴ്സും കാര്യങ്ങളൊന്നും 50-ൻ്റെ നോട്ടുകൾ അങ്ങനെ എടുക്കലില്ല. അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നവർ അങ്ങനത്തെ നോട്ട്സ് കാണലുണ്ട്. മാക്സിമം അത് ഒഴിവാക്കാൻ നോക്കുക. ചെറിയ ചെറിയ നോട്ടുകളാകുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് അത് ചിലവായി പോകും. പിന്നെ നമ്മളെന്താ കൊണ്ടുവരേണ്ടി വെച്ച് കഴിഞ്ഞാൽ ഷൂസ് സെലക്ട് ചെയ്യുമ്പോൾ എല്ലാവരും അധികം ബൂട്ട്സ് ഒരു പെയർ കയ്യിൽ വെക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമറ്റ് മഞ്ഞും മഴയും അങ്ങനത്തെ ഒരു ഇതായതുകൊണ്ട് ബൂട്ട്സ് എപ്പോഴും ആവശ്യം വരും. നല്ലൊരു ബൂട്ട്സ് തന്നെ കയ്യിൽ വെക്കാൻ ശ്രമിക്കുക. പിന്നെ എക്സ്ട്രാ പേഴ്സായിട്ട് ഒരു റണ്ണേഴ്സോ അങ്ങനത്തെ ഏതെങ്കിലും ഷൂസ് കാര്യങ്ങളൊക്കെ വെച്ചോ. അതുപോലെ തന്നെ ചപ്പൽസ് ഒരു പെയർ കയ്യിൽ വയ്ക്കുക. പിന്നെ നോർമലി ഉള്ള ഡെയിലി യൂസ് ചെയ്ത തിങ്സ് ഉണ്ടല്ലോ, ട്രിമ്മർ, ബ്രഷ്, പേസ്റ്റ്, അങ്ങനത്തെയൊക്കെ എല്ലാവരും കയ്യിൽ വയ്ക്കുക. പിന്നെ അടുത്ത് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ പല്ലിൻ്റെ കാര്യമാണ്. എല്ലാവരും ഡെൻറ്റിസ്റ്റിനെ നല്ലപോലെ കാണിച്ചിട്ടൊക്കെ വരിക. കാരണം ഇവിടെ ഭയങ്കര എക്സ്പെൻസാണ് പല്ല് ഡോക്ടറിനെ കാണുക, എന്തെങ്കിലും ചെക്കപ്പ് ചെയ്യുക പറഞ്ഞാൽ തന്നെ. ഇവിടെ നമുക്ക് നോർമൽ GPയിലോ കാര്യങ്ങളിലോ ഒന്നും അത് ചെയ്യാൻ പറ്റില്ല. ഒക്കെ പ്രൈവറ്റ് ആയിട്ടാണ് അധികം ചെയ്യുക. അപ്പോൾ അത് നല്ല എക്സ്പെൻസാണ്. മാക്സിമം പല്ലിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ നാട്ടിൽ നിന്ന് തന്നെ ചെയ്തിട്ട് ഇങ്ങോട്ട് വരിക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. പിന്നെ ഗാഡ്ജറ്റുകൾ നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ യൂണിവേഴ്സൽ അഡാപ്റ്റർ നിങ്ങൾ കൊണ്ടുവരണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ റൗണ്ട് പിന്നാണ്, ഇവിടത്തേക്ക് എല്ലാം സ്ക്വയർ പിന്നാണ് ഇവിടെ ഉള്ളത്. റൗണ്ട് പിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്ലഗിൽ നിന്ന് ഔട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എക്സ്ട്രാ ഒരു എക്സ്റ്റൻഷൻ കയ്യിൽ വയ്ക്കുക. എക്സ്റ്റൻഷൻ്റെ പ്ലഗ് DC അഥവാ സ്ക്വയർ പിന്നാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. മറ്റേതാണ് എക്സ്ട്രാ അഡാപ്റ്റർ 1-2 കയ്യിൽ വെച്ചാൽ നന്നായിരിക്കും. ബാക്കി ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമുള്ളത് മാത്രം കൊണ്ടുവരാം. തെർമൽ വിയേഴ്സ് ഒക്കെ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക, ഒരുപാടൊന്നും വാങ്ങി വരരുത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലത്തെ തെർമൽ വിയേഴ്സൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സ്ഡ് ടെമ്പറേച്ചറിലേക്ക് താഴെ വരുമ്പോൾ അതിനൊരു യൂസ്ഫുൾ ഇല്ലാണ്ടാവും. അപ്പം നമുക്ക് മാക്സിമം ഇവിടുത്തെ ക്ലൈമറ്റിനോട് ബന്ധപ്പെട്ടത് വാങ്ങിയിരിക്കും നല്ലത് തെർമൽസൊക്കെ. അപ്പോൾ 1 പെയറോ 2 പെയറോ കൊണ്ടുവരിക. പിന്നെ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ അവിടെ പ്രൈമാർക്ക് അങ്ങനത്തെ ഷോപ്പുകളൊക്കെ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചീപ്പായിട്ട് കിട്ടും.
അപ്പോൾ എന്താ വെച്ചാൽ അവിടെ നിന്നൊക്കെ വാങ്ങിയായിരിക്കും ഒന്നുകൂടി ബെറ്റർ. അതുപോലെ തന്നെ മറ്റേ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ അധികം എല്ലാവരും ഹീത്രൂ എയർപോർട്ടിലാണ് ഇറങ്ങുക. അപ്പോൾ ഹീത്രൂവിൽ ഭയങ്കര തിരക്കുള്ള ഒരു ഇതായതുകൊണ്ട് എല്ലാവരും ലഗേജും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കറക്റ്റായിട്ട് ബെൽറ്റിൽ പോവുക, നമ്മുടെ ലഗേജൊക്കെ എടുക്കുക, പുറത്തേക്ക് ഇറങ്ങുക. പിന്നെ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ എയർപോർട്ട് പിക്കപ്പിനും കാര്യങ്ങൾക്കൊക്കെ അതായത് ടീമുകളിനെ ബന്ധപ്പെടുക. അതിൻ്റെ ടാക്സി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കി കണ്ടുകൊണ്ട് ചെയ്യുക. എന്ത് ചെയ്യുമ്പോഴും 2 പ്രാവശ്യം 2 പേരടുത്ത് അന്വേഷിക്കുക, കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ കുറച്ചും കൂടി ഫ്രീലിയാണ് എല്ലാവരും, കാരണം കുറേ ഗ്രൂപ്പ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗ്രൂപ്പ്സിൽ എല്ലായിടത്തും കോൺടാക്റ്റ് ചെയ്യുക. വരുന്ന യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും എന്താണെങ്കിലും അവിടുത്തെ കുറച്ച് ഫ്രണ്ട്സിനെയും കാര്യങ്ങളും നാട്ടിൽ നിന്ന് തന്നെ നമ്മൾ റെഡിയാക്കി വരികയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഇവിടെ അക്കോമഡേഷൻ എടുക്കാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി ചെയ്ത് ഒക്കെ പ്രീ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങോട്ട് വരിക. അത്യാവശ്യം കുറച്ചൊക്കെ കുക്കിംഗ് പഠിച്ചിട്ട് വരിക എല്ലാവരും. കാരണം ഇവിടെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങാന്നൊക്കെ പറയുന്നത് കുറച്ച് എക്സ്പെൻസ് ആയിരിക്കും. പിന്നെ അതുപോലെ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ആ ഒരു ഫ്രഷ് ഫുഡും കാര്യങ്ങളും കിട്ടൽ ചാൻസ് കുറവാണ് ഇവിടെ. കുക്കിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളെല്ലാം ഇവിടെ നമുക്ക് പർച്ചേസ് ചെയ്ത് നമുക്ക് തന്നെ കുക്ക് ചെയ്യാം. അപ്പം അത്യാവശ്യം വേണ്ട കുറച്ച് കുക്കിംഗ് ഒക്കെ പഠിച്ചിട്ട് വന്നാൽ ഏർലി ടൈംസിൽ വളരെ ഉപകാരപ്പെടും. നമ്മുടെ സ്ട്രഗ്ലിംഗ് പീരീഡിലൊക്കെ കുക്കിംഗ് അറിയാമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എക്സ്പെൻസസ് കുറേ കുറയ്ക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പഠിച്ചിട്ട് വരിക. എൻ്റെ വൈഫ് കണ്ടില്ലേ കുക്കിംഗ് ഒക്കെ പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്കറിയുന്നതുകൊണ്ട് ഞങ്ങൾ ഇവിടെ അങ്ങനെ പോണു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തണുപ്പുള്ള രാജ്യമായതുകൊണ്ടേ പിന്നെ അതുപോലെ തന്നെ നല്ല കാറ്റും കൂടെ അടിക്കും. നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് കയ്യിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും. സമ്മറിലാണെങ്കിലും സൂര്യൻ അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ സൺക്രീം ഉണ്ടെങ്കിലും കുറച്ച് ബെറ്റർ ആയിരിക്കും. പക്ഷെ അത് ഒരുപാട് മാസങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ ഇതാണ് കൂടുതലായിട്ട് വേണ്ടത്. മറ്റേ ലോഷൻസും ക്രീമുകളും എന്തെങ്കിലുമൊക്കെ കയ്യിൽ വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇവിടുത്തെ ക്ലൈമറ്റിന് വേണ്ടിയിട്ട്. എല്ലാ കാര്യങ്ങളും എല്ലാവരും ശ്രദ്ധിക്കുക. എടുക്കുമ്പോൾ എല്ലാം അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം എടുത്തിട്ട് വരിക. അനാവശ്യമായിട്ട് എല്ലാം പാടെ കൊണ്ടുവരണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രസ്സുകളാണെങ്കിലും മറ്റ് സാധനങ്ങളാണെങ്കിലും ഒക്കെ അത്യാവശ്യങ്ങൾ കൊണ്ടുവരാം. എല്ലാം നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് കിട്ടാത്ത ഒന്നുമില്ല. നാട്ടിലത്തെ എല്ലാ ഐറ്റംസും ഏകദേശം ഇവിടെ നമുക്ക് അവൈലബിലിറ്റി ഉണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി ഇതിൽ കൂടുതൽ എന്തൊക്കെയാണ് ഉള്ളത് വെച്ചാൽ നിങ്ങൾ അതൊക്കെ നോക്കി ചെയ്യുക. ഞാൻ എൻ്റെ പരമാവധി ഞാൻ കൊണ്ടുവന്നതും അറിഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നിങ്ങൾ നോർത്ത് ആംപ്റ്റിലോട്ടാണ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ അക്കോമഡേഷൻ ആയിക്കോട്ടെ എന്തെങ്കിലും ആവശ്യങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പറയുക, അന്വേഷിക്കുക. അപ്പോൾ നമ്മൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇവിടുന്ന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വേറെ സിറ്റീസിൽ പോകണമെങ്കിൽ അവിടെ കുറേ ആൾക്കാരുണ്ടാവും, ഇങ്ങനെ മലയാളീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലായിടത്തും കോണ്ടാക്ട് ചെയ്യുക, ചെയ്തിട്ടൊക്കെ ഇങ്ങോട്ട് വരിക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ കമൻറ്റും ചെയ്യുക. നിങ്ങളുടെ ഡൗട്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന അപ്ഡേഷൻസ് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. ദിസ് ഈസ് മീ ഫായിസ് സൈനിങ് ഔട്ട്. With Haifa. Bye. Thank you.